ഇവിടെ ഉള്ളതൊക്കെ ചെവി കേൾക്കാവോ എന്തോ? ഞാൻ കുറേ നേരമായിട്ടൊരു കാര്യം ചോദിക്കുന്നു. പഞ്ചായത്ത് മുഴുവനും കേട്ടിട്ടുണ്ട്, എന്നാലും അവള് കേൾക്കൂല. അതങ്ങനെ കേട്ട പാവം നടിക്കൂല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് കഷ്ടം തന്നെ കേട്ടാ. തങ്കം എന്താണ് ഇവിടെ വന്ന് ഇങ്ങനെ കാറി പൊളിക്കുന്നത്? അങ്ങോട്ട് കേൾക്കാലോ. അമ്മാവൻ കേട്ടല്ലോ. കേട്ടല്ലോ. പക്ഷെ അമ്മാവന്റെ മരുമോള് കേട്ടിട്ടില്ല ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ കാര്യം. ഇവിടെ എന്തെങ്കിലും തിരക്കുണ്ടാവും. ഇപ്പൊ എന്താ കാര്യം? എന്ത് തിരക്കായാലും കെട്ടിയോ പറഞ്ഞു അതിനനുസരിച്ച് അത് കേൾക്കണം, അത് അനുസരിക്കണം. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ഒരു ചുറ്റിക ചോദിച്ചിട്ട് എത്ര സമയമായെന്ന് അറിയാമോ? തങ്കം, നീ അവിടെ എന്താ എടുക്കണേ? എത്ര നേരം ഒരു ചിറ്റി വെക്കണേ? അതിന് എടുത്തു കൊടുക്കേ. ഇപ്പൊ കേട്ടവള് അമ്മാവൻ വിളിച്ചപ്പോ കേട്ട. അപ്പൊ എന്താണ് മനഃപൂർവ്വം? ആ ചിറ്റി എവിടെ? കഷ്ടമാണ്. ഈ സാധനം ഞാൻ ചെന്ന് നോക്കി എടുത്താലേ കിട്ടുള്ളൂ. പറഞ്ഞിട്ട് വിളിച്ചാ കിട്ടും. അത് നിങ്ങൾ നേരം വിളക്കി ചുറ്റിയും കൊണ്ട് എന്തുണ്ടാകുമ്പോ വീട് വിളിക്കാൻ പോകണോ? എന്നാ ഇപ്പൊ ചിറ്റി എന്നിട്ട് കൈ കിട്ടിയല്ലേ? അമ്മാവൻ വന്ന് പറഞ്ഞു അവിടെ വന്ന് എടുക്കണം. അത് പറ്റൂലല്ലോ. ഞാന് ഇവിടെ അതിനെക്കാളും തിരക്കിട്ട ഒരു കാര്യമായിട്ട് നിൽക്കുക. എന്തിനാ മനുഷ്യര് കണ്ടാ നാണാവുമല്ലോ ദൈവമേ. കേറി അതിനകത്തോട്ട് നിക്കുക. അപ്പൊ കുറച്ചും കൂടി പോരും. ഇത് എന്ത് ചെയ്താ മതിന്ന് ഞാൻ ആലോചിക്കണേ. നിങ്ങൾക്കൊക്കെ പുച്ഛം. അംബാനിയുടെ കൊച്ചുമോളല്ലേ നീ? നിനക്ക് പുച്ഛമാവാനും. ഒരു പേസ്റ്റ് മേടിക്കാൻ അംബാനിക്ക് ജനിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മാവാദ ഇത് കണ്ടോ? ഇതിപ്പോൾ ഇന്നൊരു ദിവസത്തെ പല്ലിയപ്പിനുള്ളതായി. ഇത് എടുക്കാതെ നമ്മൾ കളഞ്ഞിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇത് എത്ര ഒരു പേസ്റ്റ് ആവും ഇങ്ങനെ കളയുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ വർഷമാകുമ്പോൾ എത്ര പേസ്റ്റ് നമ്മൾ ഇത് കളയുന്നുണ്ട് ഇതുപോലെ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഒരു കത്രി എടുത്തിട്ട് നമ്മള് നമുക്ക് അത് കീറിയിട്ട് ഇങ്ങോട്ട് പരത്തിയിട്ട് ഇങ്ങനെ നക്കാം. അയ്യോ, അത് നാളത്തേക്ക് അത് തന്നെയാണ്. അതിന് തന്നെയാണ് ഇത് വെച്ചേക്കണേ. ഒരു കാര്യം ചെയ്യിട്ടോ, എല്ലാ വീടുകളിലും ചെന്ന് ചോദിക്കും. ഇതേപോലത്തെ ഇഷ്ടംപോലെ ആൾക്കാർ കളയാനുണ്ടാവുകയെ. അത് ഐഡിയ. ഞാനേ അമ്മാവ അവര് വരാറായോ? ഞാൻ അതിനേടി നോക്കിക്കണത്. അവിടുന്ന് പോന്നിട്ട് നേരം കുറെ എത്തേണ്ട സമയമായി. ഞാൻ വിളിച്ചപ്പോഴും എത്താറായി. ഇങ്ങനെ വരണ്ടേത് അതോ? ഇങ്ങോട്ടാ? ഇന്നോ നാളെ വെച്ചിട്ട് കിടക്കലടാ. 4 ദിവസം മകളുടെ അടുത്ത് വന്ന് നിക്കണം. ആയിക്കോട്ടെ. അല്ല, ഈ കുഴി കാലം നീട്ടിരിക്കുന്ന ആ മനുഷ്യൻ എന്താണ് ഇങ്ങോട്ട് പറഞ്ഞതെന്ന്? ഇവിടെ ഒരു ബാക്കിയുള്ള എന്റെ സ്വസ്ഥത കെടുത്താനാ? ഇതിനിപ്പൊ കൊഴപ്പൊന്നുമില്ല. പാള് ഉഷാറാ. എന്നാലും ആര് നോക്കൂ ഇതിനെ? അതല്ലേ പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞ അങ്ങോട്ട് പൊക്കോളും. വാവ അടുക്കുമ്പോ സൂക്ഷിക്കണം. അപ്പൊ പറഞ്ഞയക്കണം. വാവ അടുത്ത് കഴിഞ്ഞാൽ അറിയാലോ. കളിയാക്കണ്ട. വയസ്സും പ്രായമൊക്കെ ആയിരിക്കുക. മതി മതി മതി. നേരത്തെ പുറപ്പെട്ടൂലേ? നേരത്തെ പുറപ്പെടാതെ ഇവിടെ എത്താൻ പറ്റുമോ? അതില്ല. പറഞ്ഞോ, ഞാൻ പിടിക്കാം പറഞ്ഞോ. വേണ്ട, കേറിയിരിക്കട്ടെ. ജമന്തി, അച്ഛന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അകത്ത് വിരിച്ചിട്ടുണ്ട്. പോയി കിടക്കച്ചാ. കുറച്ചാള് കിടന്നതാ. ഇത്രയും ഒന്ന് ഇരിക്കട്ടെ. എന്നെ കിടത്തല്ലേ. നീ ചുമ്മാ ഇരുന്ന് കുത്തിയിരുന്നങ്ങ് തീറ്റിയാ അല്ലയോ? പോത്ത പോലെ ആയല്ലോ മച്ചാ നീ. ചുമ്മാതിരിക്കല്ലച്ചാ, ഞാൻ തയ്ക്കുന്നുണ്ട്. പിന്നെ തൊഴില് കുറച്ച് ആളിട്ട് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. ഈ ആശുപത്രി മാസം ആയതുകൊണ്ട് ഇങ്ങോട്ട് തരാൻ പറ്റിയില്ല. ഇനിയിപ്പോ കുറെ നാളൊക്കെ നിന്നിട്ട് സാവകാശം മാമൻ പോയാൽ മതി. അയ്യോ വേണ്ട. അതെ, ആണത്തുള്ള ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. മനസ്സിലായോ? 2 ദിവസം നിൽക്കുക, അതിന്റെ പിറ്റേന്ന് പോവാ. അതാ നല്ലത്. അച്ഛൻ അങ്ങനെ എങ്ങും പോയി നിൽക്കൂല. അഭിമാനിയാ. അതെ,
എടാ മക്കളെ കെട്ടിച്ചെടുത്ത് പോയി നിൽക്കുക, ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുക. അത് നട്ടലുള്ള ആണുങ്ങൾക്ക് പറ്റിയ പണിയാന്നോടാ ക്ലീപ്പാ. പറ ക്ലീപ്പാ. നീ കണ്ണു പിടിച്ചിരിക്കാതെ പറ. അച്ഛൻ ഈ വെള്ളം കുടിക്കാം, അപ്പൊ ഒന്ന് തണുക്കും. ഞാൻ തുടയ്ക്കണോ? കുഞ്ഞെ നീ രാഷ്ട്രീയക്കാരനല്ലേ പറഞ്ഞേ? എന്തായാലും കിട്ടുമോ? അവന്റെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ആളാണ്. എന്തോ പ്രധാനപ്പെട്ടതാ? 4, 3, 7 പേരുള്ളതല്ലേ അവന്റെ രാഷ്ട്രീയ പാർട്ടി. എടാ കുഞ്ഞെ, നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നല്ലൊരു പാർട്ടി ചേരണം, 10 പൈസ ഉണ്ടാക്കണം, മനസ്സിലായോ? എന്നിട്ട് കുറച്ച് പേരെ കൂടെ ഒക്കെ ചേർത്ത് നാട് നീളെ നടന്ന് കുറേ പ്രവർത്തനമൊക്കെ ചെയ്യണം. എന്നിട്ട് കുറഞ്ഞതൊരു MLA എങ്കിലും ആവണം. അല്ലാതെ ഈ വെള്ളം ഇട്ടോണ്ട് നടന്ന് നാട് നീളെ നടന്ന് നിരങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു രാഷ്ട്രീയക്കാരനും ആവത്തില്ല. അങ്ങനെയല്ല അച്ഛാ, ക്ലീറ്റോ അങ്ങനെ വരുമാനം ഇല്ലാത്ത ആളല്ല. ക്ലീറ്റോന് നല്ല വരുമാനമുണ്ട്, മനസ്സിലായി. വണ്ടി കച്ചവടം ഉണ്ട്, വസ്തു കച്ചവടം ഒക്കെ ഉണ്ട്. പറയണ്ട, എനിക്ക് മനസ്സിലായത് നിനക്ക് തയ്യൽ തൊഴിലും ഈ തൊഴിൽ ഉറപ്പിനും ഒക്കെ പോയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവന് നല്ല വരുമാനം ഉണ്ടെന്ന്. ഇത് മോളാ തങ്കത്തിന്റെ. ഇതാണോ? എടി നിന്റെ മോളല്ലേ അവള്? ആണോ? നീ അവന്റെ കൂടെ ഒളിച്ചോടി പോയതുപോലെ ഈ കൊച്ചും എവിടെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോണോ? നല്ലവണ്ണം കാശി വരാക്കി വിദ്യാഭ്യാസം ജയിച്ചിട്ടെ ഏതെങ്കിലും ഒരു കൈത്തുള്ള ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ നോക്ക്, നല്ലവണ്ണം. അതെങ്കിലും രക്ഷപ്പെട്ടെ. ഞാനിപ്പോ വരാം. എന്റെ ഫോൺ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കരയാ. ഫോൺ കരയട്ടെ. എന്നാ ഞാന് കുറച്ച് പണി, ഞാൻ പിന്നെ വരാം. നീ എത്തണേ, വിളിക്കുമ്പോ ഇങ്ങ് വരണേ. അല്ല ഏട്ടാ, ഏട്ടന്റെ മരിച്ചുപോയ ഒരു ഏട്ടണ്ടായിരുന്നില്ലേ, മൂപ്പരുടെ മകളിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞോ? മോളെ ചെയ്യണം, ഇച്ചിരി കിടക്കാം. വാ. എന്നെ ഉപദേശിക്ക അയാൾ ആരടി? ആരായാള്? അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഭാര്യ വീട്ടിൽ കിടക്കണമാര് നട്ടല്ലില്ലാത്തമാരാണെന്ന്. അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു. അതൊന്നുമല്ല, അത് പൊതുവേ പറഞ്ഞു. എന്ത് പൊതുവെ? ഒരു പൊതുവേ അല്ല. ഈ പഞ്ചായത്തിൽ വേറെ ആരും അങ്ങനെ കിടക്കണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ ക്ലീറ്റോനി? അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ മനുഷ്യനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? ജമന്തിയുടെ അച്ഛനായി പോയില്ലേ? എന്തൊക്കെ ആയാലും ശരിയല്ല, ഇങ്ങനെയാണ് ഇയാളുടെ പോക്കെങ്കിൽ ഞാനും ഇയാളായിട്ട് ഒത്തുപോകൂല. ക്ലീറ്റോ പരമാവധി ക്ഷമിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജമന്തിയുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി പോകും. എനിക്ക് ആരും നോക്കാല്ല തങ്കം. അങ്ങനെയല്ല, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കല്ലേ. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോവണ്ട, അത് തന്നെയാ നല്ലത്. ഞാനൊരു കടുവിനകത്ത് കയറി ഒളിച്ചിരിക്കാടി ഇയാളെ പേടിച്ചിട്ട്. ഇത് ഇങ്ങനെ കിടന്ന് വലിച്ചൊലിച്ച് പോയില്ലെങ്കിൽ മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ തീരും കേട്ടോ ഇയാള്. അങ്ങനെയൊന്നും പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എങ്ങനെ ഞാൻ പറയണ്ടേ? എന്റെ ദൈവമേ, ഇച്ചിരി നേരം കൂടെ എന്നെ എന്തൊക്കെ ശരിയടാ. ഹോട്ടലേ എന്തോന്ന് പോട്ടെന്ന് അളിയാൻ പറയണത്? വയസ്സായാളല്ലേടാ, അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മൾ കാര്യമാക്കണ്ടത്. അളിയാ, ഇയാള് മാത്രമല്ല ലോകത്ത് വയസ്സായിട്ടുള്ള ഒരാള്. ഒരുപാട് വയസ്സന്മാരുണ്ട്, അവരൊക്കെ വളരെ മര്യാദയായിട്ട് വയസ്സറിഞ്ഞ് അവർ ജീവിക്കുന്നുണ്ട്. നമ്മുടെ അമ്മ വയസ്സായതല്ലേ? അമ്മാവൻ എന്താ വയസ്സായതല്ലേ? നീ എന്തിനാ അങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ നിനക്കെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ ക്ലീറ്റോനെ പറഞ്ഞപ്പോ, എന്നെ പറഞ്ഞപ്പോ. ഞാനെന്ത് പറയാനാ? നിനക്ക് പേടി ഭാര്യനെയും ഭാര്യയുടെ അച്ഛനെ. അങ്ങനല്ല, നമ്മളെ വീട്ടിൽ ഒരാൾ ഇരുന്നിരുന്ന് കയറി വരുന്നു. എനിക്ക് ആരെയും പേടിയില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോട്ടടാ, നീ ഇനിയിപ്പോ അതിന്റെ പേര് ഇരിക്കണ്ട. നമുക്ക് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കായിരുന്നാ, നീ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ഒന്ന് പറഞ്ഞേക്ക്, ക്ലീറ്റോ കുറച്ച് കണിശക്കാരനാണെന്ന് പറഞ്ഞേക്ക്. ഞാൻ വളരെ മോശമാണെന്ന് പറയുന്നത് കാര്യങ്ങൾ പറയണല്ലേ. ഞാനും ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നതിൽ പകുതിയും പുള്ളി കേൾക്കില്ല, വലിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനിടയിൽ ഈ സുഖമില്ലാത്ത ആളല്ലേ, നമ്മള് കണ്ടില്ലെന്ന് വെക്കണോടാ. വയസ്സാകുമ്പോ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അളിയാ, എനിക്കതൊന്നും പറ്റൂല. കാരണം നിനക്ക് നിന്റെ ഭാര്യയുടെ അച്ഛനാണ്. നീ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടിച്ചോ. പക്ഷെ എനിക്ക് എന്റെ നിമ്മാതിരി ചോറിനെ വർത്താനായിട്ടോ ഞാൻ അതിൻ്റെതായ രീതിക്ക് ഞാൻ പ്രതികരിക്കും. പോട്ടെ, ഇനി അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞു വിലക്കാൻ നിനക്ക് കൊള്ളാം. കുറച്ചാളുകൂടെ അമ്മാവനുണ്ടാവും. എനിക്ക് ഓഫീസിൽ പോണം, ഞാൻ പോയിട്ട്. നീ വെറുതെ ഇതൊന്നും നടക്കല്ലേ, പോട്ടെ. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ. അളിയൊന്ന് സ്വസ്ഥമായല്ലോ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരും. നിങ്ങള് നീ നോക്കിയുള്ള വയ്യാത്ത ആളാണ്. അതെന്തെല്ലാം സഹായമാണെങ്കിൽ അങ്ങോട്ട് പോണേ. അങ്ങോട്ട് പോയി എന്റെ തലയും വീതണ്ട് പോകും.
വെറുതെ അല്ല കേട്ടോ അത് ഇത്ര നാളായിട്ട് അവിടെ പോവാൻ മടി കാണിക്കണത് നമ്മുടെ കേമാ. Alien versus Alien.